ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻകൂർ ജാമ്യം തേടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ കെ.പി. ശങ്കരദാസും എൻ. വിജയകുമാറും അറസ്റ്റിന് സാധ്യത തെളിഞ്ഞതോടെയാണ് ഇരുവരുടെയും മുൻകൂർ ജാമ്യ നീക്കം. അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അരുൺരാജ്, മെറി ക്രിസ്മസ് പറയൂ. ഗുഡ് മോർണിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി എന്തുകൊണ്ടാണ് കെ.പി. ശങ്കരദാസിലേക്കും എൻ. വിജയകുമാറിലേക്കും അന്വേഷണം പോകാത്തതെന്ന ചോദ്യം മുന്നോട്ട് വെച്ചത്. ഈ 2019 സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിന്റെ കൂട്ടുത്തരവാദിത്തമാണുള്ളത്. എന്തുകൊണ്ടാണ് എ. പത്മകുമാറിനെ ചോദ്യം ചെയ്യുമ്പോൾ, അറസ്റ്റ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ ബോർഡിൽ ഉണ്ടായിരുന്ന രണ്ടുപേരിലേക്ക് അന്വേഷണം എത്താത്തത്, അവരെ ചോദ്യം ചെയ്യാത്തതെന്ന കടുത്ത വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഈ വിമർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ SIT ഇവർക്കെതിരെയുള്ള നീക്കം ആരംഭിച്ചത്. ഇവർക്കെതിരെ നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് കെ.പി. ശങ്കരദാസും എൻ. വിജയകുമാറും കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇപ്പോൾ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. രണ്ട് പ്രമുഖ അഭിഭാഷകർ മുഖാന്തരമാണ് ഈ കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യം തേടി സമീപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇവർ ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. കാരണം ഇവർക്കെതിരെയുള്ള പരാമർശം നീക്കം ചെയ്യണമെന്നായിരുന്നു ആവശ്യം. പക്ഷേ ഇതിന് പിന്നാലെ SIT ഇവർക്കെതിരെയുള്ള നീക്കം ഘടിപ്പിക്കുന്നു, ചോദ്യം ചെയ്യാനുള്ള നടപടിയിലേക്ക് കടക്കുന്നു. അറസ്റ്റിനുള്ള സാധ്യത കൂടി തെളിഞ്ഞതോടെയാണ് മുൻകൂർ ജാമ്യം തേടി ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ചിട്ടുള്ളത്. പക്ഷേ കൊല്ലം വിജിലൻസ് കോടതി ഇപ്പോൾ നിലവിൽ അവധിയിലാണ്. തിരുവനന്തപുരം വിജിലൻസ് കോടതിക്കാണ് പകരം ചുമതല. ഈ കൊല്ലം വിജിലൻസ് കോടതി നൽകിയ അപേക്ഷ ഇനി തിരുവനന്തപുരം വിജിലൻസ് കോടതിയായിരിക്കും പരിഗണിക്കാൻ സാധ്യത. എന്തായാലും കെ.പി. ശങ്കരദാസിന്റെയും എൻ. വിജയകുമാറിന്റെയും അറസ്റ്റിലേക്ക് SIT കടക്കുന്നുവെന്ന സൂചനയാണ് ഇവരുടെ ജാമ്യാപേക്ഷ അടക്കമുള്ള കാര്യങ്ങളിലൂടെ നൽകുന്നത്. ഇവരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന വിവരം കൂട്ടുത്തരവാദിത്തം ഹൈക്കോടതി നിശ്ചയിച്ച സാഹചര്യത്തിൽ, അത്തരമൊരു നിലപാടിലേക്ക് കടന്ന സാഹചര്യത്തിൽ SITക്ക് മറ്റു വഴികളില്ല. ഇവരെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് മുൻകൂർ ജാമ്യം തേടിയുള്ള ഇവരുടെ നീക്കത്തിന് പിന്നിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.